നമ്മൾ കോഴിക്കോട്ടേക്കും കൂടെ ഒന്ന് പോവാണ്. ആകാശുണ്ട് നമുക്കൊപ്പം. ആകാശെ നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോഴത്തേക്കും ആകാശോട് ചോദിക്കാം, നേരെ അവിടുത്തെ ആഹ്ലാദ പ്രകടനമാണ്. ആകാശ അവിടെ വമ്പൻ ആഘോഷമാണല്ലോ അല്ലേ? തീർച്ചയായും സേതുലക്ഷ്മി, ഇന്നത്തെ കളിയുടെ പ്രത്യേകത എന്ന് പറയുന്നാൽ അർജന്റീനയുടെ വിജയം മാത്രമല്ല, മെസ്സി 3 ഗോൾ അടിച്ച് ഹാട്രിക് കൂടി നേടിയിരിക്കുകയാണ്. നമുക്ക് 2022 ഫിഫ വേൾഡ് കപ്പ് ഒന്ന് ശ്രദ്ധിച്ചാൽ ആദ്യ മത്സരം അർജന്റീനയ്ക്ക് തോൽവിയോടുകൂടിയാണ് അർജന്റീന തുടങ്ങിയത്. അന്ന് തന്നെ അർജന്റീനയെ പല ടീമുകളും എഴുതി തള്ളിയിരുന്നു. അതിനുശേഷം പിന്നീടുണ്ടായൊരു കുതിപ്പ്, അർജന്റീന പിന്നെ തോൽവി അറിയാതെയാണ് ആ 2022 ലോകകപ്പിൽ മുത്തമിട്ടത്. അതിനുശേഷം ഇങ്ങോട്ട് ഇപ്പോൾ 2026 എത്തി നിൽക്കുമ്പോൾ അർജന്റീനയുടെ ഒരു മികച്ച പ്രകടനം, 3 ഗോളുടെ വിജയമാണ് അർജന്റീന നേടിയിരിക്കുന്നത്. ഇപ്പൊ അർജന്റീന ആരാധകരുണ്ട്. കളി അടിപൊളിയായി, മുതലായി ഉറക്കൊഴിച്ച് വന്ന മുതലായി, ഹാട്രിക് അടിച്ച് കിട്ടില്ല കളി. കപ്പ് അർജന്റീന തൂക്കോ? ഓക്കെ, അപ്പൊ കോഴിക്കോട്ടെ ആഘോഷങ്ങൾ കണ്ടു. കൊച്ചിയിലും ഉണ്ട് സമാനമായ ആഘോഷങ്ങൾ. സഹിൻ ആന്റണി കൂടി നമുക്കിപ്പോ ഉണ്ട്. സഹിനെ, എന്താണ് അവിടുത്തെ ആഘോഷം? വലിയ ആഘോഷം തന്നെയാണ് സേതു. കാരണം ഇവിടെ കറുകപ്പള്ളിയിലാണ് DRK എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ ഇന്ന് കളി കാണാനുള്ള അവസരം ഒരുക്കിയിരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? അർജന്റീന ഫാൻസ് അല്ലേ? ഞങ്ങൾക്കൊന്നും പറയാനൊന്നുമില്ല. കാരണം 2022 ഈ ഇത് തുടങ്ങിയപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ പറഞ്ഞാണ് ഞങ്ങളുടെ ടീം അർജന്റീന കപ്പ് കൊണ്ടുപോകുന്നത്. അത് കൊണ്ടുപോയി. ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ ടീമിനെ കൊണ്ടുപോകും. മെസ്സി വിരമിക്കലല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മെസ്സി തന്നെയാണ് 3 അടിച്ചേക്കുന്നത്. മെസ്സി ഹാട്രിക് അടിച്ചേക്കണം. ഹാട്രിക് ഏറ്റവും ടോപ്പായി മെസ്സി. അത് ഈ ബ്രസീലാർക്ക് അറിയാൻ പാടില്ല. ഒരു ബ്രസീൽ ഫാൻ. ഞാനൊരു ബ്രസീൽ ആരാധകനാണ്. എൻ്റെ മക്കള് 2 പേര് മെസ്സിയുടെ അർജന്റീന ആരാധകരാണ്. എനിക്ക് എന്തായാലും മെസ്സിയുടെ ഈ 3 ഗോൾ അടിച്ചതിൽ ഞാൻ മെസ്സിനെ അപ്രസിയേറ്റ് ചെയ്യണം. ഇനി വേറെ രക്ഷയില്ലല്ലേ? ഇന്ന് മെസ്സിയിലേക്ക് എന്താ കാര്യം? ഈ ലോകകപ്പിൽ ഇതുപോലത്തെ ഒരു കളി നടന്നിട്ടില്ല. 3 ഗോൾ പ്രായം കൂടുന്നവരും വീര്യം കൂടുന്ന 2 സാധനങ്ങൾ ഈ ഭൂമിയിലുള്ളൂ. ഒന്ന് മദ്യം, പിന്നെ ഒന്ന് മെസ്സി. ഇന്ന് അർജന്റീനയുടെ ആഘോഷമാണ്. അത് നമ്മള് അവരെ സമ്മതിച്ച് തന്നെ കൊടുത്തേക്കണ്. അവരെ വിജയം ബ്രസീൽ ആരാധകൻ എന്താ പറയുന്നത്, തോറ്റൊരു രക്ഷയില്ലാതെ സമ്മതിച്ചു കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടത് അല്ലേ? അതായത് എന്താണെങ്കിലും ബ്രസീലുകാർക്ക് സന്തോഷമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഈ ലോകകപ്പ് വന്നിട്ട് ആരാണ് ഏറ്റവും ബമ്പൻ ടീം കളിച്ചില്ലേ? ആരാണ് ഇതുപോലെ അടിച്ചേക്കണത്? എതിരടിച്ചില്ല എല്ലാവരും. ഇത് എതിരടിക്കാണ്ടാണ് അതെ, ഈ രാജാക്കന്മാരുടെ ഇറക്കം തന്നെയായിരുന്നു. അവര് രാജാവ് ഇറങ്ങിയത് അറിയിച്ചു അല്ലേ? രാജാവല്ല, രാജകുടുംബത്തിലെ രാജാവ്. അതാണ് രാജാവ്. ഒറ്റൊരു രാജാവ്, ലോകത്തിലെ രാജാവ്. മെസ്സി അത് മെസ്സി തന്നെ. ഞങ്ങൾ ഇന്ന സ്റ്റേഡിയത്തിൽ കൊണ്ടുവന്നിട്ട് മെസ്സിനെ ഈ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നമുക്ക് കൊണ്ടുവരും. കലൂര് മെസ്സിനെ ഞങ്ങൾ കൊണ്ടുവരും. ആവേശം കൊണ്ട് വാഗ്ദാനങ്ങളൊക്കെ നൽകി തുടങ്ങി സഹിൻ. ഓക്കെ, അപ്പം ആരാധകരെ സംബന്ധിച്ച്, അർജന്റീന ആരാധകരെ സംബന്ധിച്ച് ഇതിൽ പരം ഒരു സന്തോഷം അവർക്ക് കിട്ടാനില്ല. കാരണം അവരുടെ ഒരേ ഒരു ഗോട്ട് ലയണൽ മെസ്സി, അദ്ദേഹം 3 ഗോൾ അടിച്ച ഹാട്രിക് ഒക്കെ നേടി. ആദ്യ മത്സരം തന്നെ ഒരു ഉജ്ജ്വല വിജയം സമ്മാനിച്ചിരിക്കുന്നു. അപ്പോൾ